നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. GTA പരാജയപ്പെടുത്തിക്കൊണ്ട് RCB കുതിക്കുകയാണല്ലോ. 205 റൺസാണ് GT ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഈ കളിയിലെടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ 18.5 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. RCB കിങ് കോഹ്ലിയുടെയും ദേവദത്ത് പടിക്കലിൻ്റെയും കിടിലൻ ഇന്നിങ്സുകളാണ് അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തത്. സായ് സുദർശൻ GTക്കായിട്ട് സെഞ്ചുറി നേടിയിരുന്നു. എവിടെയാണ് ഈ കളി പോയത്? GTയുടെ ക്യാപ്റ്റൻ വിശദീകരിക്കുകയാണ്. അതായത് RCB എവിടെയാണ് പിടിമുറുക്കിയത്. GTയുടെ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് കളിക്ക് ശേഷം പറഞ്ഞു, ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഫ്രം 16th to 19th we couldn't get any boundaries and couldn't get as many runs as we would have liked. അവിടെ തന്നെയാണ് കാര്യം. ആ 16ാമത്തെ ഓവർ മുതൽ 19ാമത്തെ ഓവർ വരെയുള്ള ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ GT കൈവിടുന്നത്. കോഹ്ലി പറയുന്നുണ്ട് ഞങ്ങളൊരു 230, 235 പ്രതീക്ഷിച്ചാണെന്ന്. അത് കിട്ടിയില്ല എന്ന് പറയാൻ കാരണം ആർക്ക് കിട്ടിയില്ല എന്ന്? GTക്ക് കിട്ടിയില്ല എന്ന്. കോഹ്ലി കളിക്ക് ശേഷം പറയാ ഞങ്ങൾ അത് ചേസ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്താ അത് കിട്ടാതിരിക്കാനുള്ള കാരണം? ഈ 17ാമത്തെ ഓവറിൽ 4 റൺസാണ് RCB വിട്ടുകൊടുത്തത്. 18ാമത്തെ ഓവറിൽ 5 റൺസാണ് വിട്ടുകൊടുത്തത്. 19ാമത്തെ ഓവറിൽ 8 റൺസാണ് വിട്ടുകൊടുത്തത്. അവസാനം 20ാമത്തെ ഓവറിൽ 18 റൺസ് അടിച്ചു GT. അങ്ങനെയാണ് 200 കടന്നത്. ഒരു ഘട്ടത്തിൽ 230, 240 ഒക്കെ പോകുമായിരുന്ന സ്കോറ് തടഞ്ഞു നിർത്തിയത് RCBയുടെ ബൗളർമാർ ഈ ഒരു ഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ട് ക്ലിനിക്കലായിട്ട് പന്തെറിഞ്ഞെടുത്താണ്. അവിടെയാണ് കളി പിടിമുറുക്കുന്നത് RCB. പിന്നെ പൂർണ്ണമായിട്ടും GTയുടെ കയ്യിൽ നിന്ന് കളി പോയൊരു നിമിഷമുണ്ട്. അതെവിടെയാണെന്നറിയോ? വാഷിങ്ടൺ സുന്ദർ കിങ് കോഹ്ലിയുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ കോഹ്ലിയുടെ പേരിൽ ഒറ്റ റണ്ണും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് പിന്നെ കിങ് കോഹ്ലി 81 റൺസിലേക്ക് കുതിച്ചെത്തിയത്. 30 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറിയൊക്കെ വന്നു. ചേസ് മാസ്റ്ററെ വിട്ടാൽ പിന്നെ കളി പിടിക്കാൻ പറ്റുമോ? അവിടെയാണ് GT കളി കൈവിട്ടതും RCB പിടിമുറുക്കിയതും. ശുഭൻ ഗിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഡെഫിനറ്റ്ലി 16ാമത്തെ ഓവർ മുതൽ 19ാമത്തെ ഓവർ വരെ ഞങ്ങൾക്ക് ഒരു ബൗണ്ടറിയും ലഭിച്ചില്ല. ഞങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച അത്ര റൺ എടുക്കാനും പറ്റിയില്ല. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓവറുകളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഞങ്ങൾ നല്ല പൊസിഷനിലായിരുന്നു ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകൾ എടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ബൗൾ ചെയ്യുമ്പോഴും ചെയ്യാൻ പറ്റിയില്ല. കോഹ്ലിയെ ഡ്രോപ്പ് ചെയ്തു. അത് വെൻ എ ബാറ്റ്സ്മാൻ ഗെറ്റ്സ് ഡ്രോപ്പ്ഡ് ഓൺ നോട്ട്, ഇറ്റ്സ് ഓൾവേസ് ടഫ് ഓൺ ദി ഫീൽഡർ, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഹൗ യു കം ബാക്ക് ഇൻ ടു ദി ഗെയിം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാച്ച് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫീൽഡർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും കളിയിൽ തിരികെ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഞങ്ങൾക്ക് ലെങ്ത് ബോൾസ് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആൻഡ് ഐ തിങ്ക് ദ ബാറ്റഡ് ബ്യൂട്ടിഫുള്ളി ഇൻ ദി മിഡിൽ ഓവേഴ്സ് എന്നുകൂടി കൃത്യമായിട്ട് ശുഭൻ ഗിൽ നിരീക്ഷിക്കുന്നു. അപ്പോൾ മനോഹരമായിട്ട് തന്നെ മിഡിൽ ഓവറുകളിൽ RCB ബാറ്റ് കൂടി ചെയ്തപ്പോൾ കളി പൂർണ്ണമായിട്ടും GTയുടെ വരുതിയിൽ നിന്ന് പോയി. കളി പിടിമുറുക്കി RCB. പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണ്. ഒന്നാ അവരുടെ ബൗളിംഗ് സമയത്ത് RCB 17, 18, 19 ഓവറുകളിൽ ബൗൾ ചെയ്ത രീതി. അതുപോലെ തന്നെ രണ്ടാമത് അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് കിങ് കോഹ്ലിയെ ഡ്രോപ്പ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ കോഹ്ലിയുടെ ഒരു പോക്ക്. കോഹ്ലി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേവദത്ത് പടിക്കൽ പൊളിച്ചടുക്കി. ദേവ് ഇപ്പോൾ ഈ സീസണിൽ ഇത് ഒന്നിലധികം തവണയായി ചെയ്യുന്നു. അവൻ നന്നായിട്ട് പോകുമ്പോൾ ഞാൻ ശ്രമിച്ചത് അവൻ്റെ മേലെ കൂടുതൽ പ്രഷർ വരാതിരിക്കാൻ വേണ്ടി ഞാനും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. അവർ 2 പേരും കൂടി പൂർണ്ണമായിട്ടും കളി GTയിൽ നിന്ന് എടുത്തു മാറ്റി RCBയുടെ പാളയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും RCB പൊളിച്ചടുക്കിയാണ്. 10 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.